ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിലെ പുനഃസംഘടിപ്പിച്ച മുഴുവൻ ബൂത്ത് മണ്ഡലം ഭാരവാഹികൾക്കും BLA-മാർക്കും പോഷക സംഘടന പ്രതിനിധികൾക്കുമായി ഏകദിന ശില്പശാല ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ രണ്ട് ഗവൺമെന്റുകളുടെയും നിലപാടുകൾക്കെതിരെയാണ് ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെ ജനങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ രണ്ട് ഗവൺമെന്റുകളും ജനവിരുദ്ധ ഗവൺമെന്റുകളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നടന്ന നവകേരള യാത്രയുടെ പരാജയം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് അത് കൃത്യമായി ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിന് എതിരാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, എവിടുന്ന ആളുകൾ വന്നു, ആളുകൾ കൂടി എന്നൊക്കെ പറയുമ്പോൾ ആ വന്നിരിക്കുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ്, എവിടെ നിന്നുള്ള ആളുകളാണ് നിങ്ങൾ പരിശോധിക്കണം. കുടുംബശ്രീയിലെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും ഉദ്യോഗസ്ഥരെയും ആശാവർക്കർമാരെയും ഗവൺമെന്റ് സംവിധാനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മുഴുവൻ ആൾക്കാരെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നവകേരള സദസ്സ് നടത്തിയതെന്ന് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കുട്ടികളെ വരെ അതിനകത്ത് സജ്ജരാക്കി വെയിൽ കൊള്ളിച്ച് കുട്ടികളെ വരെ പിണറായി വിജയൻ അഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അധ്യാപകർ കുട്ടികളെ വഴിയോരങ്ങളിൽ നിർത്തുന്ന കാഴ്ച വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. അത്രമാത്രം ജനവിരുദ്ധ പദ്ധതികളുമായാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നവകേരള യാത്ര കൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നേട്ടമുണ്ടായത് അതിനുവേണ്ടി സ്റ്റേജുകൾ നിർമ്മിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തവർ, ഭക്ഷണത്തിന് കൊട്ടേഷൻ കിട്ടിയവർ, അവർക്ക് മൈക്ക് കൊട്ടേഷൻ കിട്ടിയവർ, അവർക്ക് ഒഴിച്ച് വേറെ ഒരാൾക്കും ഇതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. കാരണം ഇതിൽ വന്ന പരാതികൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട പരാതികളൊക്കെ തന്നെ അത് കൃത്യമായ സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് ആദ്യത്തെ ദിവസം കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയപ്പോൾ പിറ്റേ ദിവസം കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വന്ന പരാതികൾ, ആ പരാതികളിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട പരാതികളാണ്. നീർച്ചാലിലെ നീർക്കടവ് ഈ കോർപ്പറേഷനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിലെ ചില പരാതികളാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പെൻഷൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കൊടുക്കാനും കണ്ണൂർ കോർപ്പറേഷന് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത്തരം പരാതികൾ കണ്ണൂർ കോർപ്പറേഷനിലേക്കാണ് അയക്കുന്നത്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പഞ്ചായത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ പഞ്ചായത്ത് നിരവധി തവണ പരാതി കൊടുത്തു. ആ പരാതിക്ക് പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല. വീണ്ടും നവകേരള യാത്രയ്ക്ക് പരാതി കൊടുത്തപ്പോൾ ആ പരാതി ചെന്നെത്തിയിരിക്കുന്നത് ഈ പരാതി കൊടുത്ത പഞ്ചായത്തിൽ തന്നെയാണ്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1000 രൂപയുടെ ഒരു ധനസഹായം പോലും ആ സമയത്ത് സ്പോട്ടിൽ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃത്യമായ ഒരു ഫയലിൽ ഒപ്പിടാൻ സാധിക്കുന്നില്ല. അവിടെയാണ് നിങ്ങൾ ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ മനസ്സിലാക്കേണ്ടത്. ആ ജനസമ്പർക്ക പരിപാടിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്നവർ തന്നെ നേരിട്ട് പോയി കാര്യങ്ങൾ അവിടെ സാധിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. ഈ നവകേരള യാത്രയിൽ ആരാണ് ഈ ഫയലുകൾ മേടിച്ചിരിക്കുന്നത്? ആ ഫയലുകൾ കണ്ടതാരാണ്? മുഖ്യമന്ത്രി ഫയൽ കണ്ടിട്ടില്ല, മന്ത്രിമാർ ഫയൽ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രസംഗിക്കാൻ അവസരം വേദി ഒരുക്കി കൊടുക്കുന്ന ഒരു പരിപാടിയായി ഇത് മാറിയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ അധ്യക്ഷനായി. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമാസ് മുഖ്യപ്രഭാഷകനായി. UDF നേതാക്കളായ V. കൃഷ്ണൻ മാസ്റ്റർ, KK സുരേഷ് കുമാർ, A. ബാലകൃഷ്ണൻ, കാവാലം തങ്കച്ചൻ, TP ചന്ദ്രൻ, മനോജ് വടക്കൽ, M. വിജേഷ് കുമാർ, മിനി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നടക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം KPCC മെമ്പർ ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സലീം തേക്കാട്ടിൽ അധ്യക്ഷനാകും. മുതിർന്ന കോൺഗ്രസ് നേതാവ് V. കൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും.